Question number 30, and it is the last question, okay, from this phase shift. So the question is from your electronics, and it is from the part of logic gates, and it's a composition of gate, multiple gates ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തേണ്ടത് the output of the given circuit diagram ആണ് കണ്ടെത്തേണ്ടത്. ഔട്ട്പുട്ട് ഓഫ് ദി ഗിവൺ സർക്യൂട്ട്. അപ്പോൾ നമുക്കറിയാം ഈ കാണിച്ചിരിക്കുന്ന, ഞാനിവിടെ y1 ഇതിനെ ഞാൻ y2 എന്ന് എഴുതുവാണ്, ഇത് y എന്ന് എഴുതാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡി മോർഗൻസ് തിയറം വെച്ച് അല്ലേ അതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതിയിട്ട് ഒരു ഉത്തരം കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രൂത്ത് ടേബിൾ വെച്ച് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ y1 എന്ന് പറയുന്ന വാല്യൂ, ഈ കാണിച്ചിരിക്കുന്നതിനകത്ത് y1 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ നിങ്ങൾ എങ്ങനെ എഴുതും? ഇപ്പം A0 നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന കണ്ടീഷനിൽ, ഈ കാണുന്ന കണ്ടീഷനിൽ, സോ സി ദിസ് ഈസ് ദ കൺസെപ്റ്റ്. ഹിയർ ഐ വിൽ റൈറ്റ് y1, y2 ആൻഡ് y. സോ ദിസ് ഈസ് A, this is B, and this is y1, this is y2 and this is y. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നോട്ട് ഗേറ്റ് ആണ്, ഇതും ഒരു നോട്ട് ഗേറ്റ് ആണ്. അപ്പം ഫസ്റ്റ് കേസിൽ y1ൻ്റെ കേസിൽ A0 B0 എന്ന് എടുക്കുന്ന സമയത്ത് y1ൻ്റെ കേസ് പറയുന്ന സമയം ശ്രദ്ധിച്ചാൽ മതി. A0 0 തന്നെയായിട്ട് കിട്ടും, B0 എന്ന് പറയുമ്പോൾ അത് 1 ആയിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് ഏത് ഗേറ്റാണ്? ഈ കാണിച്ചിരിക്കുന്ന ഗേറ്റ് ഓർ ഗേറ്റ് ആയതുകൊണ്ട്, ഓക്കെ, ഇതൊരു ഓർ ഗേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇൻപുട്ട് ഒന്ന് 0യും ഒന്ന് 1ഉം ആകുമ്പോൾ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 1 ആയിരിക്കും. സെയിം സ്ട്രാറ്റജി നമ്മൾ രണ്ടാമത്തേത് കൊടുക്കുന്ന സമയത്ത് എന്താണ്, എയുടെ കോംപ്ലിമെൻ്റ് ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ A0 എന്ന് പറയുന്ന സമയത്ത് അതിവിടെ 1 ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുക. B0 എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ 1 ആയിട്ട് വരും. അപ്പം A0 B0യിൽ ഇവിടെയും കിട്ടാൻ പോകുന്നത് 1 ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്ത് ഗേറ്റാണ്? നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് ആകുമ്പോൾ രണ്ടും 1 ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോണത്? ഈ കാണിച്ചിരിക്കും നോർ ഗേറ്റ് ആകുമ്പം നമുക്കറിയാം, ഓർ ഗേറ്റ് രണ്ട് ഇൻപുട്ട് ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാകും, അതിൻ്റെ ഇൻവേർഷനാണ് ഉണ്ടാവുക, അത് എത്രയായിരിക്കും? വീണ്ടും 0 ആയിട്ട് വരും. അപ്പോൾ നമുക്ക് 0 1 1 0 1 1 നമ്മൾ കൊടുക്കുമ്പം ഈ 1 1 A1 B1 നമുക്ക് അതും കൂടെ നോക്കിയേക്കാം. A1 ആകുമ്പോൾ 1 ആയിട്ട് തന്നെ കിട്ടും, B1 ആകുമ്പോൾ 0 കിട്ടും, വീണ്ടും നമുക്ക് എത്ര കിട്ടും? y1 1 കിട്ടും. അതുപോലെ തന്നെ A1 ആകുമ്പോൾ ഇവിടെ 0 ആയിട്ടും B1 നമ്മുടെ 1 ആയിട്ട് നമുക്ക് 1 കിട്ടും. ഈ 1 1 എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും, അതിന് ഇൻവേഴ്സിനും 0 ആയിരിക്കും. അപ്പം 0 0ക്കും ഇത് 0യാണ്, 1 1നും എന്താണ്, ഇത് 0യാണ്. ആ രീതിയിൽ നമ്മൾ എന്താണ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് രണ്ട് ടേബിളുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ കിട്ടും, ഒന്ന് ഇതാണ് ഇത് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാല്യൂടെ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. 0 1 എന്ന് പറയുമ്പോൾ A0 B1 എന്ന് പറയുമ്പോൾ A0 0 ആയിട്ട് തന്നെ കിട്ടും, B1 എന്ന് പറയുമ്പോൾ അതും എന്താണ് 0 ആയിട്ട്. അപ്പോൾ 0 0 ആകുമ്പം y1 എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, A0 ആകുമ്പോൾ ഇവിടെ 1 ആയിട്ട് ഇവർ കിട്ടും, B0 ആകുമ്പോൾ 0 കിട്ടും. അപ്പോൾ ഇതിൻ്റെ എന്തിരിക്കും വലിയ നമുക്ക് ഇപ്പം A0 1 ആണ്, 1 0 ആകുമ്പം 0 1 ആകുമ്പോൾ A0 B1 ആവുന്ന സമയത്ത് A0 ആയിട്ടും B എത്രയാണ്? 0 ആയിട്ടും y1 എത്രയായിരിക്കും? 0 ആയിട്ട് നമുക്ക് വരും. സോ ഇറ്റ്സ് ഓൾറെഡി റിട്ടേൺ. ഇനി A0 A1 B0 ആകുന്ന സമയത്ത് A1 ആകുമ്പോൾ 0 ആയിട്ടും B എന്താണ് 0 ആകുമ്പോൾ അത് 1 ആയിട്ടും 0 ആയിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കിട്ടാൻ പോകുന്ന ആൻസർ എത്രയായിരിക്കും? അതിൻ്റെതും എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ രണ്ടും 0 ആകുമ്പോൾ 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേസിലും എന്തായിരിക്കും? ഇതും 0 ആയിരിക്കും, ആൻസറും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ട്രൂത്ത് ടേബിൾ നോക്കിയിട്ട് നമുക്ക് എഴുതാം. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാം, ബൂളിയൻ എക്സ്പ്രഷൻ ആണെങ്കിൽ. ഇവിടെ y1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാണ്, A+B കോംപ്ലിമെൻ്റ് എന്ന് കൊടുക്കാം. ഇവിടെ y2 എന്ന് പറയുന്നതാണ് A കോംപ്ലിമെൻ്റ് +B എന്ന് കൊടുക്കാം. അപ്പോൾ y എന്ന് പറഞ്ഞിരിക്കും A+B കോംപ്ലിമെൻ്റ് പ്ലസ് A കോംപ്ലിമെൻ്റ് +B ഹോൾ കോംപ്ലിമെൻ്റ്. ഈ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സോ വിച്ച് anyone you can select anyhow. The right option to the given question will be option 3 ആയിരിക്കും നമ്മുടെ ആൻസർ. So that's it from your shift 2 paper for the day of 31st. Okay, bye bye.